രാവിലെ എങ്ങോട്ടാ? ഇന്ന് രേണുക പാർക്കിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യസമയത്തിന് എത്തിയില്ലേ ചിലപ്പോ പോയാലോ. ഒരു വേഴാമ്പൽ മഴമേഘത്തെ പുലുകാൻ എന്ന പോലെ ഈ നീതിയുടെ മണ്ണിൽ ഞാൻ ഏകാന്തനായി തപസ്സിരിക്കുകയാണ്. വർഷബിന്ദുവായി നീ അടരാടുകയില്ലേ? എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? 2 ദിവസം മൊത്തം വരുന്ന കാണാതെ പഠിച്ചത് വെറുതെയായി. ഇനി ഒരു നിമിഷം പോലും കാത്തിരിക്കാൻ വയ്യെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വിവാഹകാര്യം ഉടനെ തീരുമാനിക്കണം രേണുകെ. വിവാഹകാര്യമൊക്കെ ഞാനിങ്ങനെ തീരുമാനിക്കുക? നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ അച്ഛനെ കണ്ട് സംസാരിക്കുക. അച്ഛനെ കണ്ടൊക്കെ സംസാരിക്കാന്ന് വെച്ചാ നമ്മുടെ ശരീരം കൂടി നോക്കണേ. ഏയ്, പേടിക്കാനൊന്നുമില്ല. എന്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനാ. ധൈര്യമായിട്ട് ചെല്ല്. എടാ, ഒരു സന്തോഷ വാർത്ത. എന്റെ പ്രിയതമ രേണുകയുടെ അച്ഛനുമായി ഞാൻ വിവാഹകാര്യത്തെ പറ്റി ചർച്ച നടത്താൻ പോണു. അതൊരു കാര്യം ശരിയാ. ആദ്യം ഫോണിൽ വിളിക്കുന്നതാ ബുദ്ധി. പക്ഷെ ഫോൺ നമ്പർ എന്റെ കയ്യിൽ ഇല്ലല്ലോ. രേണു, രേണു, എന്താ കാര്യം? രേണുവിന്റെ വീട്ടിലെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? ഇതാ നമ്പർ. 1611. ഭാഗ്യ നമ്പറാ. ഇപ്പൊ തന്നെ സംസാരിച്ചു കളയാം. കിട്ടി. ഹലോ, 1611 അല്ലേ? ഞാൻ അപ്പി ഹിപ്പി. നിങ്ങളുടെ വീട്ടിലെ രേണുകയില്ലേ? പുള്ളിക്കാരിയുടെ കാമുകനാ. അതെ അതെ, ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലാ. രേണുവിനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് താങ്കളുടെ അനുഗ്രഹം വേണം. ശരി ശരി, തീർച്ചയായും ഞാൻ എത്താം. ശരി, അങ്ങനെ തന്നെ. രേണുവിന്റെ അച്ഛൻ സമ്മതിച്ചടാ. നേരി സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. എന്നാൽ ഉടനെ പോണം. ആരാ? നമസ്കാരം, ഞാനാണ് അപ്പി ഹിപ്പി. രേണുകയുടെ കാര്യത്തെ പറ്റി ഫോണിൽ സംസാരിച്ചത് ഞാനായിരുന്നു. അവന്റെ ഒരു രേണുക എന്റെ ഭാര്യയാടാ. അവക്ക് വയസ്സ് 60 ഉണ്ട്. നമ്മൾ ഈ കടലാസ് തിരിച്ചു പിടിച്ചാ വായിച്ചത്. യഥാർത്ഥ നമ്പർ 1191 ആയിരുന്നു.